ഹായ് എവരിവൺ, ഈ വഴിയൊക്കെ വന്നിട്ട് കുറേ ആയി. കുറച്ചു നേരം നടന്നതിന്റെ വിയർപ്പാണ് ഈ കാണുന്നത് കേട്ടോ മുഖത്തൊക്കെ. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്നെ പോലുള്ള ഒട്ടുമിക്ക പ്രവാസികളും തലേന്ന് ഫുഡ് ഉണ്ടാക്കി വെക്കും അല്ലേ. നമ്മുടെ വയറ് നിറയണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. എപ്പോഴും ഞാൻ ഉണ്ടാക്കില്ല, പക്ഷേ വെളിയിലത്തെ ഫുഡ് കഴിച്ച് നമ്മുടെ ആരോഗ്യവും നമുക്കെതിരാവുമ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കും. ഫുഡ് ഉണ്ടാക്കുമ്പോൾ സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുക എൻ്റെ ഒരു ഹാബിറ്റാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ബിഗ് ബോസ് ആണ് കേട്ടോ. പ്രവാസികളൊക്കെ പറയുന്നത് 24 hours ഡ്യൂട്ടി ആണല്ലേ. രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോവുക, പിന്നെ റൂമിൽ വരിക, ഫുഡ് ഉണ്ടാക്കുക, പിന്നെ കഴിക്കുക, അങ്ങനെ റെസ്റ്റ് ഇല്ലാത്ത ഡ്യൂട്ടി. എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെയും കാട്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും വേദന വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ആ ആൾക്കാരെയാണ്. ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ വെയിലത്തും ഒരുപാട് കഷ്ടപ്പെട്ട് 12, 13, 14 മണിക്കൂറോളം വർക്ക് ചെയ്ത് അങ്ങും ഇങ്ങും എത്തിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എത്രയോ സുഖകരമാണ്. അൽഹംദുലില്ലാ. നിങ്ങളോട് സംസാരിച്ച് എൻ്റെ ബീഫ് കുക്കറിൽ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുക്കിംഗ് വീഡിയോ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മടി എന്നുള്ളൊരു അസുഖം എനിക്ക് ഉള്ളതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും വലിയ പരാതിക്കാരി എൻ്റെ ഉമ്മ കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ സമയക്കുറവും ഇപ്പം തന്നെ നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു കൈ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കലും വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കലൊക്കെ എളുപ്പപ്പണിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താലും വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്താലും നമുക്ക് കുറച്ച് വ്യൂസും ലൈക്സേ കിട്ടുന്നുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിന് വ്യൂസും ലൈക്സും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ തോന്നും അല്ലെങ്കിൽ വേണ്ട, വീഡിയോ ഇടണ്ടാന്ന്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ നന്നായിരുന്നു, ഇനി ഇടണം എന്ന് കുറച്ച് പേര് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ചെങ്കിലും ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഇങ്ങനെ വീഡിയോ എടുത്തും വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെയാണ്. ഫുഡ് ഉണ്ടാക്കി, കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു. അങ്ങനെ കിച്ചൺ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടോ. എനിക്ക് മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങൾക്കും. അപ്പോൾ ഓക്കെ, ഞാൻ കിടക്കട്ടെ.